is about definition of surface integral. അപ്പോൾ നമ്മൾ സർഫേസ് ഇൻ്റഗ്രൽ ആണ് ഇവിടെ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ അത് എങ്ങനെ വന്നു എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. സർഫേസ് ഇൻ്റഗ്രൽ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്. അപ്പോൾ അതിൽ 5 പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ ഇത് പറഞ്ഞതിന് ശേഷം പിക്ചറിൽ കാണിച്ചു തരാം നിങ്ങളെ. അതിന് ശേഷമാണ് നമ്മൾ സർഫേസ് ഇൻ്റഗ്രൽ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ഇത്രയും കാര്യങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. Let W equal to G of x, y, z be defined in a region of 3 space that contains a surface S, which is the graph of a function z equal to f of x, y. Let the projection R of the surface onto the xy plane be either a type 1 or a type 2 region. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. W എന്ന് പറയുന്ന ഫങ്ഷൻ അത് നമ്മുടെ 3 സ്പേസ് ആയിട്ടുള്ള റീജിയനിൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഫങ്ഷൻ ആണ്. അതിൽ എസ് എന്ന് പറഞ്ഞ ഒരു സർഫേസ് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. എസ് എന്ന് പറഞ്ഞ ഫംഗ്ഷന്റെ ഗ്രാഫാണ് z ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത്. ഇനി ആ സർഫേസ് എന്ന് പറഞ്ഞാൽ 3 സ്പേസിലുള്ളതാണ്, ഒരു ഫിഗർ ആണ്. അതിനെ നമ്മൾ എക്സ് വൈ പ്ലെയിനിലേക്ക് പ്രൊജക്ട് ചെയ്യുന്നു. അപ്പൊ പ്ലെയിനിലായി മാറും. മറ്റേത് 3 സ്പേസിലുള്ളതാണ്. അതിനെ എക്സ് വൈ പ്ലെയിനിലേക്ക് പ്രൊജക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു റീജിയൻ അവിടെ കിട്ടും. എക്സ് വൈ പ്ലെയിനിലേക്ക് പ്രൊജക്ട് ചെയ്യുമ്പോൾ ഒരു റീജിയൻ കിട്ടും. അത് നമ്മൾ ഈ ഗ്രീൻസ് തിയറി ഡിഫൈൻ ചെയ്തപ്പോൾ പറഞ്ഞ പോലെ ടൈപ്പ് 1 റീജിയൻ ആവാം, ടൈപ്പ് 2 റീജിയൻ ആവാം. അതേതാണ് ഓരോ ഫംഗ്ഷൻ അനുസരിച്ചാണ് അത് മാറ്റുക. ഇനി എന്ത് ചെയ്യാം? സെക്കൻഡ് സ്റ്റെപ്പ് ഇതാണ്. ഡിവൈഡ് ദ സർഫേസ് എസ് into n patches sk with areas delta sk that correspond to a partition p of r into n rectangles rk with areas delta ak. അപ്പോൾ നമ്മൾ സർഫേസിനെ നമ്മൾ n പാച്ചസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. എന്ന് വെച്ചാൽ n കഷ്ണങ്ങളായിട്ട് ആ സർഫേസിനെ നമ്മൾ ഡിവൈഡ് ചെയ്യാണ്. അപ്പോൾ അതിനെ നമ്മൾ ഓരോ പാച്ചിനെ നമ്മൾ എസ് കെ എന്ന് ജനറൽ ആയിട്ട് വിളിക്കും. S1 S2 എക്സെട്ര SN വരെ ഉണ്ടാവും. ഓരോ പാച്ചിന്റെയും ഏരിയ എന്ന് പറയുന്നത് ഡെൽറ്റ എസ് കെ ആണ്. അപ്പൊ അങ്ങനെയാകുമ്പോൾ ഓരോ പാച്ചിനും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ആ എസ് എന്ന് പറഞ്ഞ സർഫേസിനെ നമ്മൾ പ്രൊജക്ട് ചെയ്യുന്നുണ്ട് എക്സ് വൈ പ്ലെയിനില്. അപ്പോൾ കിട്ടുന്ന റീജിയൻ ആ റീജിയനെ നമ്മൾ എന്ത് ചെയ്യും? പാർട്ടീഷൻ ചെയ്യുന്നുണ്ട്. n റെക്ടാങ്കിൾ ആയിട്ട് നമ്മൾ അതിനെ പാർട്ടീഷൻ ചെയ്യുന്നുണ്ട്. ഓരോ റെക്ടാങ്കിളിന്റെ ഏരിയ ഡെൽറ്റ എ കെ ആയിരിക്കും. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പാർട്ടീഷന്റെ നോം ഡിഫൈൻ ചെയ്യണം. ലെറ്റ് നോം പി ബി ദ നോം ഓഫ് ദ പാർട്ടീഷൻ ഓർ ദ ലെങ്ത് ഓഫ് ദ ലോങ്സ്റ്റ് ഡയഗണൽ ഓഫ് ആർക്ക്. അപ്പോൾ നോം പി എന്ന് പറഞ്ഞാൽ നമ്മുടെ പാർട്ടീഷനിലെ നോമാണ്. അതിന് നമ്മൾ പറയാം ആ ഡയഗണൽ, ലോങ്സ്റ്റ് ഡയഗണൽ ആർ കെ എന്ന് പറഞ്ഞ റെക്ടാങ്കിളിന്റെ ലോങ്സ്റ്റ് ഡയഗണലിന്റെ ലെങ്ത് ആണ് നോം പി എന്ന് പറയുന്നത്. ഇനി നമ്മളൊരു സാമ്പിൾ പോയിന്റ് ചൂസ് ചെയ്യാണ്. ഒരു പാച്ച് എടുക്കുക, അതിൽ സാമ്പിൾ പോയിന്റ് ചൂസ് ചെയ്യാം. ചൂസ് ചെയ്യ സാമ്പിൾ പോയിന്റ് എക്സ് കെ സ്റ്റാർ, വൈ കെ സ്റ്റാർ, സെഡ് കെ സ്റ്റാർ ഓൺ ഈച്ച് പാച്ച് എസ് കെ ഓഫ് സർഫേസ് ഏരിയ. അപ്പോൾ ഓരോ പാച്ചിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതുപോലെ സാമ്പിൾ പോയിന്റ് ചൂസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം? സമ്മ് ഫോം ചെയ്യാം. ഫോം ദ സം സിഗ്മ കെ ഈക്വൽ ടു 1 to n g of x k star y k star z k star into delta s k. അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇനി നമുക്ക് സർഫേസ് ഇന്റഗ്രൽ ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതിന് മുന്നേ ഇത് ഞാനൊന്ന് പിക്ചറിൽ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ പിക്ചർ ഞാൻ പറഞ്ഞ പോലെ ഇത് 3 സ്പേസിലാണ്. 3 സ്പേസിൽ നമ്മൾ ഇവിടെയാണ് നമ്മുടെ സർഫേസ് എസ് എന്ന് പറഞ്ഞ സർഫേസ് ഇതാണ്. അതിനെ നമ്മൾ എക്സ് വൈ പ്ലെയിനിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നു. ഇവിടെയാണ് എക്സ് വൈ പ്ലെയിനിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റീജിയൻ ഇതാണ്. അതുപോലെ അപ്പോൾ നമ്മൾ ഈ സർഫേസിനെ എന്ത് ചെയ്യും? പാച്ചസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. പാച്ചസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന പോലെ നമ്മൾ എക്സ് വൈ പ്ലെയിനിലുള്ള ഈ റീജിയനെ നമ്മൾ എന്ത് ചെയ്യും? റെക്ടാങ്കിൾസ് ആയിട്ട് കട്ട് ചെയ്തു.
അപ്പോൾ ആ ഓരോ റെക്ടാങ്കിളിന് കറസ്പോണ്ടിങ് ആയിട്ട് മുകളിൽ ഓരോ പാച്ചസ് ഉണ്ടാവും. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഒരു റെക്ടാങ്കിൾ എടുത്തു, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു പാച്ചാണ് നമ്മൾ മുകളിൽ കാണുന്നത്. അപ്പോൾ ആ മുകളിൽ കാണുന്ന ആ പാച്ചിനെ നമ്മൾ എന്ത് ചെയ്തു, അതിനെ അത് ഡെൽറ്റ എക്സ് കെ ഏരിയ അല്ല എസ് കെ ഏരിയ ആയിട്ടുള്ള പാച്ചാണ്. അതിലൊരു പോയിന്റ് നമ്മൾ ചൂസ് ചെയ്തു, എന്താണ്, എക്സ് കെ സ്റ്റാർ, വൈ കെ സ്റ്റാർ, സെഡ് കെ സ്റ്റാർ ചൂസ് ചെയ്തു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പൊ സർഫേസ് എന്ന് പറയുന്നത് ഇവിടെയാണ്, മുകളിലുള്ളതാണ്. അതിനെ നമ്മൾ പ്രൊജക്റ്റ് ചെയ്തതാണ് ഇവിടെ കാണുന്നത്. അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സർഫേസ് ഇന്റഗ്രല് നമ്മൾ ഡിഫൈൻ ചെയ്യാനായിട്ട് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഡെഫിനിഷൻ എങ്ങനെയാണ് വരിക? Let J be a function of three variables defined over a region of 3 space containing the surface S. Then the surface integral of G. Surface integral കാണാനുള്ള ഇക്വേഷൻ ഇതാണ്. Surface integral of G over S is given by double integral over S G of x y z ds, which is equal to limit norm p tends to 0 sigma k equal to 120 G of x k star y k star z k star into delta s k. അപ്പൊ ഇത് ഡെഫിനിഷൻ ആണ്. നമുക്ക് എപ്പോഴും ഇതുപോലെ കണ്ടുപിടിക്കാൻ പറ്റണമെന്നില്ല. അപ്പൊ ഇത് കണ്ടുപിടിക്കാൻ കുറച്ച് മെത്തേഡുകളുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ എക്സ് വൈ പ്ലെയിനിലേക്ക് പ്രൊജക്ട് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത് അല്ലെ. അതുപോലെ എക്സ് വൈ പ്ലെയിൻ അല്ലാതെ എക്സ് സെഡ് പ്ലെയിനിലേക്ക് പ്രൊജക്ട് ചെയ്യാം, അതുപോലെ വൈ സെഡ് പ്ലെയിനിലേക്ക് പ്രൊജക്ട് ചെയ്യാം. അപ്പൊ അങ്ങനെ 3 തരത്തിലാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോണത്, സർഫേസ് ഇന്റഗ്രലിന്റെ ഇവാലുവേഷൻ മെത്തേഡ് പറയാനായിട്ട് പോകുന്നത്. അപ്പൊ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. മെത്തേഡ് ഓഫ് ഇവാലുവേഷൻ ഓഫ് സർഫേസ് ഇന്റഗ്രൽസ്. അപ്പൊ നമ്മൾ സർഫേസ് ഇന്റഗ്രൽ കാണാനുള്ള മെത്തേഡുകളാണ് പറയാനായിട്ട് പോകുന്നത്. Let G be a function of 3 variables defined over a region of 3 space containing the surface S. Then the surface integral of G or S can be evaluated as follows. First method പറയുന്നത്, if Z equal to f of x y is the equation of the surface S that projects into a region R of the xy plane, and if G, f, fx, fy are continuous throughout a region containing S, then double integral over S G of x y z ds equal to double integral over R G of x y f of x y into root 1 plus fx xy all square plus fy xy all square dA. അപ്പൊ ഇതാണ് നമ്മുടെ സർഫേസ് ഇന്റഗ്രൽ കാണാനുള്ള ഇക്വേഷൻ. ഏത് കേസിലാണ്? സെഡിനെ നമ്മൾ എഫ് ഓഫ് എക്സ് വൈ ആയിട്ട് റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാല്, അപ്പൊ നമ്മള് ആ റീജിയനെ നമ്മള് സർഫേസിനെ നമ്മള് എക്സ് വൈ പ്ലെയിനിലായിട്ടാണ് പ്രൊജക്ട് ചെയ്യുന്നത്. അപ്പൊ ആ കേസിൽ നമ്മൾ സർഫേസ് ഇന്റഗ്രൽ കാണാനുള്ള ഇക്വേഷൻ ഇതാണ്. അടുത്ത സെക്കൻഡ് കേസ് നോക്കാം നമുക്ക്. സെക്കൻഡ് സ്റ്റെപ്പ് ഇതാണ്. സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത്, ഇഫ് വൈ ഈക്വൽ ടു ജി ഓഫ് എക്സ് സെഡ്. അപ്പൊ വൈനെ നമ്മൾ ജി ഓഫ് എക്സ് സെഡ് ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എങ്കിൽ, if the equation of the surface S that projects into a region R of the xz plane, and if gx, gz are continuous throughout a region containing S, then double integral over S G of x y z ds equal to double integral over R G of x z into root of 1 plus gx xz all square plus gy xz all square dA. അപ്പൊ ഇവിടെ y എന്ന് പറഞ്ഞ ഫംഗ്ഷനെ നമ്മൾ എക്സിന്റെ സെഡിന്റെ ഫംഗ്ഷൻ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ, അവിടെ നമ്മൾ പ്രൊജക്ട് ചെയ്യുന്നത്, നമ്മുടെ സർഫേസിനെ പ്രൊജക്ട് ചെയ്യുന്ന റീജിയൻ എന്ന് പറയുന്നത് എക്സ് സെഡ് പ്ലെയിനിലായിരിക്കും നമ്മൾ വരയ്ക്കുക. അതുപോലെ ജി, ക്യാപിറ്റൽ ജി, ജി, സ്മോൾ ലെറ്റർ ജി, ജി എക്സ്, ജി വൈ ഒക്കെ കണ്ടിന്യൂസ് ആണെങ്കിൽ നമുക്ക് ഈ റിസൾട്ട് അപ്ലൈ ചെയ്യാം.
സർഫേസ് ഇന്റഗ്രൽ കാണാനുള്ള ഇക്വേഷൻ ആണ് ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ജി ഓഫ് എക്സ്. വൈക്ക് പകരം നമ്മൾ ജി ഓഫ് എക്സ് സെഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പിന്നെ സെഡ് റൂട്ട് ഓഫ് 1 പ്ലസ് ജി എക്സ് എക്സ് സെഡ് ഓൾ സ്ക്വയർ പ്ലസ് ജി വൈ എക്സ് സെഡ് ഓൾ സ്ക്വയർ ഡി എ. അപ്പൊ ഇതേപോലെയാണ് മൂന്നാമത്തെ കേസിലും. മൂന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ വൈ സെഡ് പ്ലെയിനില് സെയിം കേസ് തന്നെ. അതും കൂടെ നോക്കാം നമുക്ക്. തേർഡ് കേസ് ഇതാണ്. ഇഫ് എക്സ് ഈക്വൽ ടു ജി ഓ എച്ച് ഓഫ് എ വൈ സെഡ് ഈസ് ദ ഇക്വേഷൻ ഓഫ് ദ സർഫേസസ് ദാറ്റ് പ്രൊജക്ട്സ് into a region R of the YZ plane, and if G, H, HY, HZ are continuous throughout a region containing S, then double integral over S G of XYZ ds is equal to double integral over R G of H of YZ, YZ into root of 1 plus HY all square plus hz all square dA. അപ്പോൾ ഇവിടെ നമ്മൾ എക്സിനെ സെഡിന്റെയും വൈന്റെയും ഫംഗ്ഷൻ ആയിട്ട് റിപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മൾ പ്രൊജക്ഷൻ വൈ സെഡ് പ്ലെയിനിലായിരിക്കും. അപ്പോൾ ഇവിടെ ഇന്റഗ്രലില് ഈ എക്സിന് പകരം നമ്മൾ എന്ത് ചെയ്യും, എച്ച് ഓഫ് വൈ സെഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അതുപോലെ ഇവിടെ എച്ച് വൈ വൈ സെഡും എച്ച് സെഡ് വൈ സെഡും അതിന്റെ സ്ക്വയർ ആണ് നമുക്ക് ഇവിടെ ആവശ്യമുള്ളത്. ഈ കേസിൽ ഇതാണ് നമ്മുടെ സർഫേസ് ഇന്റഗ്രൽ കാണാനുള്ള ഇക്വേഷൻ. ഇനി സർഫേസ് ഏരിയയുടെ ഡിഫറൻഷ്യലും അതുപോലെ മാസും ആണ് നമുക്ക് അടുത്ത് നോക്കാനുള്ളത്. അപ്പൊ അത് നോക്കാം. ഇതാണ് ഒരു റിമാർക്ക്. ഫങ്ഷൻസ് ഡി എസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 പ്ലസ് എഫ് എക്സ് എക്സ് വൈ ഓൾ സ്ക്വയർ പ്ലസ് എഫ് വൈ എക്സ് വൈ ഓൾ സ്ക്വയർ ഡി എ. ഡി എസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ജി എക്സ് xz all square plus gz xz all square dA, and ds equal to root of 1 plus hy yz all square plus hz yz all square dA എന്ന് പറയും. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്താ പറയാ, ഡിഫറൻഷ്യൽ എന്ന് പറയാ. സർഫേസ് ഏരിയയുടെ ഡിഫറൻഷ്യൽസ് എന്ന് പറയുകയാണെങ്കിൽ ഈ മൂന്നെണ്ണത്തെയാണ് നമ്മൾ പറയാ. ആർ കോൾഡ് ദ ഡിഫറൻഷ്യൽ ഓഫ് ദ സർഫേസ് ഏരിയ. അപ്പൊ ജസ്റ്റ് നമ്മൾ ആ ഇക്വേഷനിൽ നിന്ന് ഫോം ചെയ്തെടുത്തതാണ്. ഇനി അടുത്തതായിട്ട് ഒന്നുകൂടെ നോക്കാറുണ്ട് മാസ് ഓഫ് ദ സർഫേസ്. ഒരു സർഫേസിന്റെ മാസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? സപ്പോസ് റോ ഓഫ് എക്സ് വൈ സെഡ് റെപ്രസെന്റ് ദ ഡെൻസിറ്റി ഓഫ് എ സർഫേസ് അറ്റ് എനി പോയിന്റ് ഓർ മാസ് പെർ യൂണിറ്റ് ഏരിയ, then the mass m of the surface is m equal to double integral or s rho of x y z ds. അപ്പോ മാസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. ഡെൻസിറ്റി അറിയണം അല്ലെ, അപ്പൊ സർഫേസും അറിയണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ മാസ് കണ്ടുപിടിക്കാം. കോംപ്ലക്സ് നമ്പറിന്റെ കേസ് ആവുമ്പോൾ മാസ് കണ്ടുപിടിക്കാനായിട്ട് എളുപ്പം. പിന്നെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പ്രോബ്ലംസ് ചെയ്ത് നോക്കാം.